ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് നെത്തോലി തോരൻ. അത് നല്ലതുപോലെ ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ നെത്തോലി തോരൻ ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഇട്ടങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മുള്ളെടുത്ത് മാറ്റിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുള്ളെടുത്ത് മാറ്റി കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അവർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞത്, മുള്ളില്ലാതെ കൊടുക്കുമ്പോൾ നമുക്ക് പേടിക്കാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അവർക്കും അതുപോലെ തന്നെ കഴിക്കാനും പറ്റും. പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിന് അരപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അരപ്പ് 1 കപ്പ് തേങ്ങ തിരുമ്മിയതാണ് എടുത്തിരിക്കുന്നത്, 4 പച്ചമുളക്, ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളിയാണ്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം മഞ്ഞൾപ്പൊടി, മാങ്ങ, പച്ചമാങ്ങ, ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പുളിയുണ്ട് അതിന്, പുളി നോക്കിയിട്ട് വേണം മാങ്ങ ചേർക്കേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ വേണം, താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് കടുക്, ചുവപ്പ് മുളക്, ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, അല്പം കറിവേപ്പില. പിന്നെ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ചേർക്കും. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഓരോ നെത്തോലി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഈ മുള് മാറ്റി വയ്ക്കുക. നമുക്കത് മുള്ളെടുക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ലതാ, ഇതുണ്ടോ. നമുക്കാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. ഇവിടെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. ഞെക്കിയിട്ടത് ഉണ്ടോ, ഇങ്ങനെ ബാക്കിയുള്ളത് എടുത്താൽ മതി. നെത്തോലിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാമാണ് നെത്തോലി. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, 4 പച്ചമുളക്, വലിയ എരിവുള്ള മുളകല്ല, എന്നാൽ മീഡിയം സൈസ് എരിവുണ്ട്, ഒരു 6-7 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഈ ചേർത്ത് വയ്ക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ അരപ്പ്. ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യം പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് അടിച്ച്, അത് കഴിഞ്ഞിട്ട് ഉള്ളിയിട്ട് ഒരടി അടിച്ച്, അതുകൊണ്ട് എല്ലാം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ അങ്ങ് അരഞ്ഞ് ചേരരുത്, ചതഞ്ഞാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാതെ കുത്തി അരിഞ്ഞിട്ടാലും മതി, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇത് ഇതിലേക്ക് ചേർക്കാം. മാങ്ങ അരിഞ്ഞ് കഴുകി വെച്ചതാണ്, അല്പം കറിവേപ്പില, ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട് കട്ടിയായിട്ടിരിക്കുകയാണ്. ഇനി മിക്സി അല്പം വെള്ളം ഒഴിച്ചത് കലക്കി ഒഴിച്ചേക്കാം. ഒഴിക്കുന്ന വെള്ളം 1/4 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വെള്ളം വേണമെന്ന് നോക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളത്തിനൊന്ന് ബിഗിനേഴ്സിനെ ഓർത്താണ് അത്ര കൃത്യമായിട്ടൊക്കെ പറയുന്നത്. ഇത് അല്ലാതുള്ളവർക്ക് അതിൻ്റെ ആവശ്യം വരില്ല. ഇനി സ്റ്റൗ ഓണാക്കി വേഗം വയ്ക്കാം. ഇങ്ങനെ വൃത്തിയായിട്ട് സൈഡൊന്ന് ആക്കി വയ്ക്കണം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്, ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കണം, അടിക്ക് പിടിക്കരുത്.
ഇളക്കി നോക്കിയാൽ മതി. വെള്ളമൊക്കെ വറ്റി. ഇനി ഒരല്പം വെള്ളമേ ഉള്ളൂ. ഇടയ്ക്ക് 2 തവണ ഞാൻ തുറന്ന് നോക്കിയിരുന്നു. എരിയും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റുണ്ട്. തോരനല്ലേ, കുറച്ചുകൂടെ ഒന്നത് വറ്റി വരട്ടെ. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതാ മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, ഓരോ പീസായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചട്ടിയിലിരുന്ന് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ആ ചൂട് കൊണ്ട് തന്നെ കുറച്ചും കൂടെ വറ്റും. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ, എണ്ണ ചൂടായി, കടുകിടാം. കടുക് പൊട്ടി ചുവന്നുള്ളി വട്ടത്തിലായിരുന്നത്. ഒരു 3 ഉള്ളിയുണ്ട്. ചുവപ്പ് മുളക് മുറിച്ചത് 3 എണ്ണം. കറിവേപ്പില, ഉള്ളിയൊക്കെ മൂത്ത് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തത് ഇടാം. ഈ നെത്തോലി തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ പഴയ വീഡിയോസും കാണണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.